ന്യൂഡൽഹിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 18 പേർ മരിച്ച അപകടം. അവിടെ അന്വേഷണം തുടരുകയാണ്. റെയിൽവേ നിയോഗിച്ച രണ്ടംഗ സമിതിയുടെയും DCPയുടെയും നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ER രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ചില വിവരങ്ങൾ 2 മണിക്കൂറിനിടെ 2500ഓളം ജനറൽ ടിക്കറ്റുകൾ വിറ്റുപോകുന്ന സാഹചര്യം, അതൊക്കെ ഒരു ആൾക്കൂട്ടം ഉണ്ടാവുന്നതിലേക്ക്, ട്രെയിൻ വരാൻ വൈകിയ ട്രെയിനിനുള്ള ആളുകൾ, വരാനിരുന്ന ട്രെയിനിലേക്കുള്ള ആളുകൾ, ഇവരെല്ലാം കൂടി ഒരേ സമയത്തേക്ക് 2 പ്ലാറ്റ്ഫോമിൽ എത്തിയാൽ ഉണ്ടാവുന്ന ഒരു അപകടം. അപ്പോൾ റെയിൽവേയുടെ ഭാഗത്തുനിന്ന്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധക്കുറവുണ്ടായി എന്ന് തന്നെയല്ലേ അത് തെളിയിക്കുന്നത്? അതെ ശ്രീജ, അനിയന്ത്രിതമായ തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് മുൻകൂട്ടി കാണുന്നതിൽ റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണഗതിയിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ 6 മണിക്കും 8 മണിക്കും ഇടയിൽ വിറ്റുപോകുന്ന ജനറൽ ടിക്കറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 7000ആണ്. പക്ഷേ അന്ന് ഈ അപകടമുണ്ടായ സമയത്ത് ആ ഒരു മണിക്കൂറിൽ വിറ്റുപോയത് 9600 ടിക്കറ്റാണ്. അതായത് സാധാരണയിൽ നിന്നും 2600 ടിക്കറ്റ് അവിടെ അധികമായി വിറ്റിരുന്നു. അത് ശനിയാഴ്ച ദിവസമായിരുന്നു. ഇന്നലെ ഞായറാഴ്ച അവധി ദിവസമായിരുന്നു. പ്രയാഗ്രാജിലേക്ക് പോകാൻ കൂടുതൽ ആളുകൾ എത്തി. ഇത് തന്നെയാണ് അപകടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം. ഒപ്പം 3 ട്രെയിനുകൾ, ഒരേ ദിശയിലേക്ക് പോകുന്ന 3 ട്രെയിനുകൾ ആ സമയത്തുണ്ടായിരുന്നു. ഒന്ന് ഒഡീഷയിലേക്ക്, ഭുവനേശ്വറിലേക്ക് പോകുന്ന രാജധാനി എക്സ്പ്രസ്, അത് പ്രയാഗ്രാജ് വഴിയാണ് കടന്നു പോകുന്നത്. കൂടാതെ ദർഭാംഗയിലേക്ക് പോകുന്ന സ്വതന്ത്ര ജയന്തി എക്സ്പ്രസ്, അതും പ്രയാഗ്രാജ് വഴിയാണ് പോകുന്നത്. ഈ 2 ട്രെയിനുകളും സമയം വൈകി. ഒപ്പം പ്രയാഗ്രാജിലേക്കുള്ള പ്രയാഗ്രാജ് എക്സ്പ്രസ് 10:10 പുറപ്പെടുന്ന പ്രയാഗ്രാജ് എക്സ്പ്രസ്, അത് 14 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെടേണ്ടിയിരുന്നത്. അതിനോട് സമീപത്തു നിന്നായിരുന്നു മറ്റു ട്രെയിനുകളും പോകേണ്ടത്. അപ്പോൾ ഈ 3 ട്രെയിനുകളെയും ആളുകൾ ഒരേ സമയത്ത് അവിടെ വന്നു. അതിനിടയിൽ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. ട്രെയിൻ ട്രാക്ക് മാറി വരുന്നു, മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്ന സന്ദേശം അവിടെ വ്യാജമായി പ്രചരിച്ചു. അങ്ങനെ ഉണ്ടായ തിരക്കാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. അപ്പോൾ പോലും ഈ തിരക്ക് മുൻകൂട്ടി കണ്ട് അവിടെ നിയന്ത്രണം ഒരുക്കുന്നതിൽ റെയിൽവേ പോലീസിന് വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 2 അന്വേഷണം ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന്, പോലീസ് നേതൃത്വത്തിൽ DCPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം. 2, റെയിൽവേ നിയോഗിച്ച 2 അംഗ സമിതി. ഈ 2 അംഗ സമിതിയും പോലീസും ഇതിനോടകം തന്നെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. എന്താണ് അപകടത്തിലേക്ക് നയിച്ച കാരണം എന്ന് തുടങ്ങിയവ ദൃശ്യങ്ങൾ പരിശോധിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘങ്ങളുള്ളത്. ഒരുപക്ഷെ ഇന്ന് തന്നെ റെയിൽവേ മന്ത്രാലയത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഈ സമിതികളുള്ളത്. അതിൽ ഏതായാലും കാരണം എന്തെന്ന് വ്യക്തമാകും. ആർക്കൊക്കെ വീഴ്ച സംഭവിച്ചെന്നതിൽ അക്കമിട്ട് നിരത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റവർ ഇപ്പോഴും LNJP ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ER രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ അപകടത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്.